നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ്. അൻവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ 2 ദിവസത്തിനകം തീരുമാനം അറിയിക്കണമെന്നും ആവശ്യം. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം ആരംഭിച്ചു. തന്റെ പിതാവിന്റെ ആഗ്രഹം സഫലീകരിക്കും, ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. എൻ്റെ പിതാവിന്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ വി പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശക്തിയും എൻ്റെ ദൗർബല്യവും ഒക്കെ എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം, ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിലമ്പൂർ, നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നു, ഞങ്ങളൊക്കെ വിചാരിക്കുന്നു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകുമെന്നാണ് സൂചന. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ഹരികുമാർ ചേരുന്നു. ഹരികുമാർ, വളരെ വൈകാരികമായി തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് തന്റെ പ്രചരണം തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ പി.വി. അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങും, മത്സരാർത്ഥിയാകും എന്നുള്ള ഒരു സൂചനയും ഇപ്പോൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. ഇന്ന് UDF സ്ഥാനാർത്ഥി, അതായത് ആര്യാടൻ ഷൗക്കത്ത് തന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ LDF NDA സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഉണ്ടാകും എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. LDF ഇതിനായി നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. വൈകിട്ടോടെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. തോമസ് മാത്യു, T. ഷമീർ അടക്കമുള്ള 3 പേരുടെ 3 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. ഇതേ തുടർന്ന് ഇതിനുശേഷം വൈകിട്ടോടെ ഇതിൽ നിന്ന് ആരെങ്കിലും സ്ഥാനാർത്ഥിയായി ഉള്ള ഒരു പ്രഖ്യാപനം LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേപോലെ BDJS യോഗം ചേരുന്നുണ്ട്. NDA സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനവും ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകുമെന്ന് അറിയുന്നു. എന്തായാലും അൻവർ വലിയൊരു ഉപാധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം തന്നെ, അതായത് തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഘടകകക്ഷിയായി നിയമിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പരിഗണിച്ചിട്ടില്ലെങ്കിൽ താൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ താലൂക്ക് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 2 ദിവസം തൃണമൂൽ കോൺഗ്രസ് കാത്തുനിൽക്കും. ഇതിനുള്ളിൽ UDFന്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അൻവർ മത്സര രംഗത്തുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് തന്നെയാണ് അത് തിരിച്ചടിയാവുക. കാരണം അൻവർ കൂടെയുണ്ടെങ്കിൽ കോൺഗ്രസിന് വളരെ ഈസിയായി നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അൻവറിനെ അവഗണിച്ചു കഴിഞ്ഞാൽ അത് പ്രതികൂലമായി ബാധിക്കുന്നത് UDFനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് സൂചന. അൻവർ ഹരികുമാർ, അതുപോലെ തന്നെ LDFനും UDFനും പി.വി. അൻവറിനും വളരെ നിർണായകമാണ് നിലമ്പൂരിലെ ഈ തിരഞ്ഞെടുപ്പ്. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയിട്ട് പോലും എത്രത്തോളം അത് ഒരു പൊതു തിരഞ്ഞെടുപ്പ് പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകത? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി.വി. അൻവറിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം സ്വന്തം മണ്ഡലത്തിൽ നിന്ന് LDF പ്രതിനിധിയായിരുന്ന പി.വി. അൻവർ ആ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിയിരിക്കുകയാണ്, തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. LDFനെ വെല്ലുവിളിച്ചാണ് ഇത്രയും കാലം പി.വി. അൻവർ സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ പി.വി. അൻവറിന്റെ കടുത്ത എതിരാളി എന്ന് പറയുന്നത് സ്വാഭാവികമായും LDF തന്നെയാണ്. LDFനെ പരാജയപ്പെടുത്തുക എന്ന് തന്നെയാണ് പി.വി. അൻവറിന്റെ ലക്ഷ്യം. ഇതിനായാണ് UDFനെ കൂട്ടുപിടിക്കുന്നത്. ഇത് പരസ്യമായി അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ശക്തി പകരാൻ UDF തന്റെ കൂടെ വേണമെന്ന് അൻവർ അറിയിച്ചിരുന്നു. ഇതിനായാണ് താൻ കാത്തുനിൽക്കുന്നതെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും UDFനൊപ്പം അൻവർ എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ UDF അൻവറിനെ കൂടെ കൂട്ടിയില്ലെങ്കിൽ അൻവറിന് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകവും വിഷമകരവുമാകും. കാരണം UDFനെ ഒപ്പം പി.വി. അൻവറും ചേരുകയാണെങ്കിൽ വളരെ മികച്ച വിജയം UDFന് ലഭിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അൻവറിനെ സ്വീകരിക്കുക എന്നുള്ളത് UDFന്റെ ഒരു ആവശ്യം കൂടിയാണ്. ഇത് ഇന്നോ നാളെയായി ഇതുകൊണ്ട് തീരുമാനം അറിയാം. ഇല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാശിയേറിയ മത്സരത്തിന് സാക്ഷ്യം വഹിക്കും. ഹരികുമാർ, വ്യക്തമാണ് നിലമ്പൂരിൽ
തിരഞ്ഞെടുപ്പ് ആവേശം ചൂടുപിടിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ PV അൻവർ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് ഹരികുമാർ ആയിരുന്നു.